സംസ്ഥാന സർക്കാർ തുടക്കമിട്ട കണക്ട് ടു വർക്ക് പദ്ധതിയിൽ 9,861 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങിയതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. പദ്ധതിയുടെ ആദ്യ ദിനം അതുവരെ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ 10,000 പേർക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ദിൽന ചേരുകയാണ് വിവരങ്ങളുമായി. ദിൽന, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണിത്. ഒത്തിരിയധികം ചെറുപ്പക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള പദ്ധതി. എങ്ങനെയാണ് വിവരങ്ങൾ? പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു 30,000-ലധികം അപേക്ഷകളാണ് ഇതിനോടകം ലഭിച്ചതെന്ന്. അതിന്റെ ആദ്യ ദിനമായ ഇന്ന് 10,000 പേരെയാണ് വന്ന അപേക്ഷകളിൽ നിന്ന് അർഹരായ 10,000 പേരെയാണ് തെരഞ്ഞെടുത്തത്. അതിൽ 9,861 പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ ഒരു തുക, പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയില് ഈ ഒരു തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള എത്താതെ, ഈ 10,000-ൽ ബാക്കിയുള്ള എത്താതിരുന്നവർക്ക് അവരുടെ വ്യക്തിഗതമായ ബാങ്ക് പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ അവരുടെ ബാങ്കിന്റെ പ്രശ്നം കാരണം മാത്രമാണ് അവർക്ക് ഈ ഒരു തുക എത്താതിരുന്നത്. അത് അധികം വൈകാതെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, ഈ പഠനം പൂർത്തിയാക്കി തൊഴിലിനായി തയ്യാറെടുക്കുന്ന 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്കാണ് ഈ ഒരു പദ്ധതി വഴി പ്രതിമാസം 1000 രൂപ ലഭിക്കുന്നത്. +2 മുതൽ ഡിഗ്രി വരെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ അപേക്ഷിക്കാം. കുടുംബവാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നതും നിർണായകമാണ്. മത്സര പരീക്ഷകൾക്കും നൈപുണ്യ പരീക്ഷകൾക്കും ഒക്കെ, അല്ലെങ്കിൽ അത്തരം പരിശീലനങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ അനുഭവിക്കുന്ന ഒരു സാമ്പത്തികവും മാനസികവുമായ സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ തുടക്കമിട്ടിരിക്കുന്നത്. ഇനിയും അപേക്ഷിക്കാത്തവർക്ക് അതിനുള്ള അവസരമുണ്ട്. അതിന്റെ വെബ് പോർട്ടൽ വഴി അപേക്ഷിക്കാം എന്നതും പറയുന്നുണ്ട്. അക്ഷയ്. ശരി, ദിൽനയാണ് വിവരങ്ങൾ നൽകിയത്.